Today we are going to discuss about the topic related to social psychology. MPC 004, Block 1, Unit 4, Current Trends in Social Psychology and Ethical Issues. നമുക്ക് start ചെയ്യാം അല്ലേ? Hello. Okay. What is social psychology? മുസാദിക്കിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ സോഷ്യൽ സൈക്കോളജി എന്താണെന്ന്? വാട്ട് യു മീൻ ബൈ സോഷ്യൽ സൈക്കോളജി? Can anybody say? ആർക്ക് വേണമെങ്കിലും പറയാം. Okay. Social psychology is the study of how humans behave and interact with each other, mainly in specific situations. According to some social psychologists, all the behavior of individual takes place in a social context. That is, the behavior of a person influenced by society. Okay. In this chapter, we are going to discuss the social psychological applications. Social psychology as it is today, with broadening its field by research work on touching various aspects of life. അതായത് നമ്മുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും സോഷ്യൽ സൈക്കോളജിന്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് കാണാനായിട്ട് കഴിയും. The important branches of social psychology are population psychology, health psychology, environmental psychology, legal system and psychology, educational psychology, forensic psychology, clinical industrial psychology, criminal psychology, military psychology, etc. അപ്പോൾ പല മേഖലകളിലും നമുക്ക് സോഷ്യൽ സൈക്കോളജിന്റെ ആപ്ലിക്കേഷൻസ് കാണാൻ കഴിയും. അപ്പോൾ ഈ യൂണിറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് കുറച്ച് സൈക്കോളജിക്കൽ ആപ്ലിക്കേഷൻസ് ആണ്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് പോപ്പുലേഷൻ സൈക്കോളജി, health psychology, environmental psychology, and legal system and psychology. Okay. The two main important theories related to social psychology are dissonance and attribution theory. Dissonance and attribution theory എന്ന് പറഞ്ഞാൽ നമ്മളെ മുന്നത്തെ ക്ലാസ്സിൽ ചാപ്റ്റേഴ്സിലുണ്ട്. അപ്പോൾ these two theories are dominating in the psychological field because it comes under an experimental background. ഒരു ലാബിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ, അതായത് നമുക്കതിനെ മെഷർ ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. Then what is dissonance and attribution theory? ആർക്കെങ്കിലും അറിയാവോ എന്താണ് ഡിസൊണൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണെന്ന്? Any idea? ആരെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യുക. ആരും അറിയില്ലേ ആട്രിബ്യൂഷൻ? സിംപ്ലി എന്താ ആട്രിബ്യൂഷൻ എന്നുള്ളത്? Okay, very good. Yeah, that means how we attribute feelings and intentions to people to understand their behavior. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു ക്രൗഡഡ് ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിക്കോട്ടെ, ബസ് ഓർ ട്രെയിൻ, എവിടെയെങ്കിലും യാത്ര ചെയ്യാന്ന് വിചാരിക്കാം. അപ്പം സപ്പോസ് ഒരാൾ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യണം, അയാൾ ഷൗട്ട് ചെയ്യാണ്, എന്താ റീസൺ എന്നുള്ള കാര്യം നമുക്കറിയില്ല. അപ്പോൾ സഡൻലി നമ്മളെ മൈൻഡിൽ എന്തൊക്കെ തോട്ട്സ് ആണ് വരുന്നത്? നമുക്ക് അവിടെയുള്ള സിറ്റുവേഷൻസ് ഒന്നും അറിയില്ല അല്ലേ? അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒന്നുകിൽ അയാളെ നമ്മൾ കുറ്റപ്പെടുത്താൻ തുടങ്ങും, ഓ ഹീസ് ആൻ ആംഗ്രി പേഴ്സൺ അല്ലേ, അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ ഒട്ടും നല്ലതല്ല, എന്തൊരു പേഴ്സണാലിറ്റിയാണ് അദ്ദേഹത്തിൻ്റെത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ ബ്ലെയിം ചെയ്യാനായിട്ട് തുടങ്ങും. പിന്നെ സെയിം വേ അതേപോലെ തന്നെ നമുക്കൊരു വേറൊരു സിറ്റുവേഷൻ സങ്കല്പിക്കാം. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ഗുഡ് ലുക്കിംഗ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു നല്ലൊരു ഹാൻസം ആയിട്ടുള്ള ഒരാൾ നമ്മളെ നോക്കി ചിരിക്കാന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തോന്നും, ഓ ഹീസ് എ ഹോസ്റ്റൈൽ പേഴ്സണാലിറ്റി അല്ലെ, അയാൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ട്, ഓ ഗുഡ് ലുക്കിംഗ് പേഴ്സൺ. അങ്ങനെയുള്ള നല്ല ചിന്തകളും നമ്മുടെ മനസ്സിലേക്ക് വരും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ആട്രിബ്യൂഷൻ എന്നത്. നമ്മൾ എന്താണോ ഉള്ളിൽ ചിന്തിക്കുന്നത് അതിനെയാണ് കോമൺ ആയിട്ട് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. Then what is dissonance theory? Dissonance theory ആർക്കെങ്കിലും അറിയാവോ? It says whenever there is a difference between your behavior
or your knowledge and ideas that you uphold, there is a psychological tension called dissonance. It creates a balance between your thought process and behavior. Cognitive dissonance occurs when a person's behavior and beliefs do not complement each other, or when they hold two contradicting beliefs. It causes feeling discomfort that motivates the people to try feel better or using some different mechanisms or defense mechanism such as avoidance. Suppose ഒരു സൺ ബാത്ത്, നമുക്കറിയാം നമ്മുടെ നാട്ടിലൊന്നും അത്ര ഫേമസ് അല്ല എങ്കിൽ പോലും ഒരു സൺ ബാത്ത് ചെയ്യുന്ന ഒരാളോട് നമ്മൾ പറയാന്ന് the information that the excessive sun exposure is the leading cause of skin cancer. അതായത് എക്സസീവ് ആയിട്ട് നമ്മൾ സൺ എക്സ്പോസ് ചെയ്താൽ നമുക്ക് സ്കിൻ ക്യാൻസർ ഉണ്ടാവും. അപ്പൊ അയാളുടെ മനസ്സിൽ 2 types ഓഫ് തോട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് സൺ ബാത്തിങ് ക്യാൻ കോസ് ക്യാൻസർ അല്ലേ. പിന്നെ ഐ ആം സൺ ബാത്തിങ്, ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ അയാളുടെ മനസ്സിൽ 2 കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള 2 തോട്ട്സ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, ചിന്തിക്കാൻ തുടങ്ങും. He will be motivated and reduced the process. Okay, these are the 2 major theories related to social psychology. Then modern social psychology has an important role in our everyday life. നമുക്കറിയാം നമ്മുടെ everyday ലൈഫിൽ modern social psychologyക്ക് important ആയിട്ടുള്ള റോൾ ഉണ്ട്. Because the research works makes their field more applicable in various situations. ഇതിൽ ഒരുപാട് റിസർച്ച് വർക്ക്സ് നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കാലത്തിനനുസരിച്ച് ഇതിന്റെ ട്രെൻഡ് മാറി മാറി ഒരുപാട് ആസ്പെക്റ്റോട് കൂടി നമ്മുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ new trends such as sociobiology and evolutionary social psychology have broadened the realm of theoretical tools of social psychology. According to James M. Weyand in 1986, he is a psychologist. He said that applied social psychology is the utilization of social psychological principles and research methods in real world settings in an effort to solve a variety of individual and societal problems. അതായത് അപ്ലൈഡ് സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസിന്റെയും അതിലുള്ള റിസർച്ച് മെത്തേഡ്സിന്റെയും യൂസേജ് ആണെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ടു സോൾവ് വെറൈറ്റി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണെന്നാണ് പറയുന്നത്. Then we can discuss various applications of social psychology. സ്പീഡ് കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. Okay, thank you. Okay, then we can discuss population psychology. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിന്റെ ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്ന്. പോപ്പുലേഷൻ സൈക്കോളജി പറഞ്ഞിട്ടുണ്ട്, ഹെൽത്ത് സൈക്കോളജി, എൻവയോൺമെന്റൽ സൈക്കോളജി ആൻഡ് ലീഗൽ സിസ്റ്റം സൈക്കോളജി. അതിലുള്ള ഫസ്റ്റ് വൺ ആണ് പോപ്പുലേഷൻ സൈക്കോളജി. ദെൻ വാട്ട് ഈസ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പോപ്പുലേഷൻ എന്ന് പറയുന്നത്? Rapid expansion of humans. Rapid expansion of humans. Yeah, very good. It is a population means the group of individuals in a particular area. പോപ്പുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരുടെ ഒരു കൂട്ടം അല്ലേ. നമ്മുടെ പോപ്പുലേഷൻ സൈക്കോളജി എന്ന് പറയുന്നത് ആൻഡ് ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റ് ഓൺ ദ എഫക്ട്സ് ഓഫ് റാപ്പിഡ് എക്സ്പാൻഷൻ. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. എങ്കിൽ പോപ്പുലേഷൻ സൈക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് കോൺസെൻട്രേറ്റ് ഓൺ ദ എഫക്ട് ഓഫ് റാപ്പിഡ് എക്സ്പാൻഷൻ ഓഫ് നമ്പർ ഓഫ് ഹ്യൂമൻസ് ഓൺ ദിസ് പ്ലാനറ്റ് ആൻഡ് ഓൺ എഫേർട്സ് ടു കൺട്രോൾ ദിസ് എക്സ്പാൻഷൻ. നമ്മുടെ ഇപ്പോഴുള്ള കറണ്ട് പോപ്പുലേഷൻ റേറ്റ് എന്താണെന്നറിയോ? കമൽ സാർ ഉണ്ട് അതില്. കമൽ സാറിനറിയോ ഇപ്പോഴത്തെ പോപ്പുലേഷൻ റേറ്റ് എത്രയാന്ന്? ഇല്ല. ഓക്കെ, ഇപ്പൊ പോപ്പുലേഷൻ റേറ്റിൽ ഒന്നാമതായി നിൽക്കുന്നത് നമുക്ക് പ്രൗഡ്ലി പറയാം ഇന്ത്യ ആണ് പോപ്പുലേഷൻ റേറ്റിൽ. അതായത് 1,428,627,663 ആണ് പോപ്പുലേഷൻ റേറ്റ് വരുന്നത്. ഇതുവരെ ചൈന ആയിരുന്നു, പക്ഷെ നമ്മളിപ്പോ 1ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടെന്ന് അഭിമാനത്തോടെ പറയാം. ഓക്കെ, ആൻഡ് it is concentrate on the effects of rapid expansion of number of humans on this planet. According to
Sagan, and he explained that in a mathematical phenomenon ഒരു ടേം വഴിയാണ് നമുക്കിത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു നല്ല സ്റ്റോറിയിലൂടെ അദ്ദേഹം ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് സീക്രട്ട് ഓഫ് പേർഷ്യൻ ചെസ് ബോർഡ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ അദ്ദേഹം ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. The story goes like this. Many years ago, the king's there is a king, Persian king ഉണ്ടല്ലോ, അവിടെ ഒരു ചീഫ് അഡ്വൈസർ ഉണ്ടായിരുന്നു. He presented him with a new game. ഒരു പുതിയൊരു ഗെയിം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അബൌട്ട് ചെസ്, ഒരു ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ഗെയിം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ he invented the game of chess played on a board divided into 64 squares. The king was pleased by this new game and he told the vizier to select whatever he wished as a reward. അതായത് ഒരു ചെസ് ബോർഡ്, അതിന് 64 സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ അവരൊരു പ്ലേ ചെയ്യാൻ തുടങ്ങി, ഒരു ഗെയിം കളിക്കാൻ തുടങ്ങി അവിടെ. ദ ക്ലവർ ഇൻവെന്റർ, ഇത് കണ്ടുപിടിച്ച ആള് വളരെ ബുദ്ധിശാലിയായിരുന്നു. ദ ക്ലവർ ഇൻവെന്റർ പ്രിറ്റൻഡഡ് ടു ബി മോഡസ്റ്റ് മാൻ who seemed to make only a small request. അയാൾ ഒരു ചെറിയ റിക്വസ്റ്റ് ചെയ്യുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, he asked the king to give him a few grains of wheat, just one grain on the first square of the board. അവരെന്താണ് ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു സ്ക്വയറിന് ഒരു ഗ്രെയിൻ വീറ്റ് അല്ലെ, 1 grain ഓഫ് വീറ്റ് വേണം എന്നുള്ള രീതിയിലാണ് ഓരോ വെക്കും തോറും ആവശ്യപ്പെട്ടത്. അപ്പോൾ കിങ് എന്താണ് വിചാരിക്കുന്നത് വെച്ചാൽ, അയാള് ഒരു ഗ്രെയിൻ അല്ലേ, സ്മോൾ എമൗണ്ട്, അത്രയും ചെറിയൊരു കാര്യമല്ലേ ഉള്ളൂ എന്നുള്ള നിസ്സാരമായിട്ടാണ് അദ്ദേഹം അത് കണ്ടിരുന്നത്. ദെൻ ഡബ്ലിംഗ് ഇറ്റ് ടു 2 grain ഓൺ ദ സെക്കൻഡ് സ്ക്വയർ. കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് സ്ക്വയറിലേക്ക് പോകുമ്പോൾ എന്താവും, ഈ 1 grain എന്നുള്ളത് ഡബിൾ ആയിട്ട് മാറും, അത് 2 grain ആവും. ദെൻ 4 grains ഓൺ ദ തേർഡ് ആൻഡ് സോ ഓൺ ഫോർ ഓൾ 64 സ്ക്വയേഴ്സ്. ഓരോ സ്ക്വയർ പാസ് ചെയ്യും തോറും അത് ഡബിൾ ആയി പോവാണ് ചെയ്യുന്നത്. The king thought that this was a small reward and he was relieved that so little had been requested. ആ കിങ് വിചാരിച്ചു, ഇത് ചെറിയ റിവാർഡ് അല്ലേ ഉള്ളൂ. അയാൾക്ക് പല ഓഫേഴ്സും അയാൾക്ക് കൊടുത്തു, നല്ല നല്ല സ്വർണ്ണാഭരണങ്ങൾ തരാം, അല്ലെങ്കിൽ പലതരം ഗിഫ്റ്റ് തരാം, വേറെ എന്തെങ്കിലും തരാന്നൊക്കെ അയാൾ പറഞ്ഞെങ്കിലും കിങ്ങിന് മനസ്സിലാവുന്നില്ല. കിങ്ങിന്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ഒരു ചെറിയൊരു റിവാർഡായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. What was not obvious to the king or to most of us is that by the time the doubling continued to 64th square, 64ാമത്തെ സ്ക്വയർ എത്തുമ്പോഴത്തേക്കും അത് ഇരട്ടിയായി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തെ ആ ഒരു എമൗണ്ടിലേക്ക് അതെത്തി. The reward would add up to 18.5 quintillion grains of wheat, that is 75 billion metric tons. അത്രയും ആ എമൗണ്ട് ഗ്രെയിൻസിലേക്ക് അത് എത്തിക്കഴിഞ്ഞു. ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ആ രാജാവിന്റെ ആ ഒരു എന്താ പറയാ കലവറ ഖജനാവിൽ അതിന് അത്രേനേക്കാട്ടിലും എത്രയോ ഡബിൾ, അയാൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ ഉപരി ആ ഒരു ഗ്രെയിൻ അവിടെ രൂപപ്പെട്ടു. ഇതിനെയാണ് നമ്മൾ പറയുന്നത്, this type of astonishing growth is called exponential increase. What is exponential increase? Exponential increase എന്താണെന്ന് അറിയോ? It means the continuous increase in the population which the rate of change is proportional to the number of individuals at any given time. അത് ഡബിൾ ആയി അത്രയും ഹൈയിലുള്ള ഒരു ഇൻക്രീസിലേക്ക് എത്തുക ചെയ്യുന്നത്. അതായത് ക്യാരിയിങ് കപ്പാസിറ്റിനെക്കാട്ടിലും കൂടുതലായി ഇൻക്രീസ് ആവാം. ഇൻ ദ സെയിം വേ ദ പോപ്പുലേഷൻ റേറ്റും ഇതുപോലെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഇയാൾ പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ. When time passes arithmetically, population grows geometrically each year. അതായത് നമുക്കറിയാം വർഷങ്ങൾ നമ്മൾ എണ്ണുന്നത് ഒരു വർഷം, രണ്ടാമത്തെ വർഷം, മൂന്നാമത്തെ വർഷം, അങ്ങനെ അരിത്മാറ്റിക്കലി ആണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോ ചെയ്യുന്നത് ജോമെട്രിക്കലി ആണ്. അതായത് ഇറ്റ് ഡബിൾസ്, അത് ഇരട്ടിയായിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. The reason why exponential growth comes as a surprise is that we ordinarily think in arithmetic rather than geometric terms. നമ്മൾ എപ്പോഴും അരിത്മാറ്റിക് ഇതിലാണ് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ.
ഇരട്ടിയാവുന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്നില്ല. Some observers argue that continued population growth is essential because it acts as an incentive, resulting in a rise in everyone's standard of living. ചില ഒബ്സർവേഴ്സ് എന്താണ് പറയുന്നത് വെച്ചാൽ ഈ കണ്ടിന്യൂഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് നമുക്ക് എസെൻഷ്യൽ ആണ്, നമുക്ക് അത്യാവശ്യമായ കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈ ആക്കാൻ വേണ്ടിയിട്ട്, എവറി വൺ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടിയിട്ട്, നമ്മുടെ പൊസിഷൻ ഉയരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നല്ലതാണ് എന്നാണ് ചില ഒബ്സർവേഴ്സ് പറയുന്നത്. സിൻസ് കണ്ടിന്യൂഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ ഈറ്റ്സ് അവേ ദ ഡെവലപ്മെന്റ് ആൻഡ് ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ച് ഈസ് റിക്വയർഡ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണ്? നല്ലതാണോ ചീത്തയാണോ? ചൈനയിലൊക്കെ ഇപ്പം പോപ്പുലേഷൻ ഇല്ലാത്തത് കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്ത കണ്ടിരുന്നു. അതെ, രണ്ടും വരുന്നുണ്ട്. പോപ്പുലേഷൻ ഇൻക്രീസും വരുന്നുണ്ട്, അതിന്റെ നേരെ ഓപ്പോസിറ്റും തീരെ. പറഞ്ഞോളൂ. ഹ്യൂമൻ റിസോഴ്സസിന്റെ കുറവ് കൊണ്ടുള്ള പ്രയാസങ്ങള് ചൈനയൊക്കെ അഭിമുഖീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. വയസ്സന്മാരെ അംഗസംഖ്യ കൂടുകയാണ്. പിന്നെ നമുക്ക് ഭാവിയിൽ ഫാമിലിയിലും ഒരു കുട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ശരിക്കും എന്താ പറയാ, ആ ഒരു വൃദ്ധന്മാരെ പോപ്പുലേഷൻ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവും. ആ കുട്ടികൾ വേറെ ഏതോ കൺട്രിയിലൊക്കെ ആവുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഫ്യൂച്ചറിൽ വരാനിരിക്കുന്നുണ്ട്. അതെ, നല്ല നല്ല നോളജാണ് നിങ്ങൾ പാസ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു. പിന്നെ ശരിയാ പറഞ്ഞത്, നമുക്ക് പോപ്പുലേഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല ഡിക്രീസ് ചെയ്യുന്നതും നമ്മളെ എഫക്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബാലൻസിൽ കൊണ്ടുപോവാണ് വേണ്ടത്. അതിനു വേണ്ടി എന്താ ചെയ്യേണ്ടത്? പോപ്പുലേഷൻ റേറ്റ് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ, താല്പര്യമില്ല കൂടുതൽ കുട്ടികൾ ഉണ്ടാവാൻ. ഇപ്പൊ എനിക്ക് 2 കുട്ടികളാണ് ഉള്ളത്. എന്റെ മദറിന് 4 കുട്ടികളുണ്ടായിരുന്നു, ഗ്രാൻഡ് മദറിന് 10 കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ അപ്പം പുതിയ കാലഘട്ടത്തിൽ ആരും കൂടുതൽ കുട്ടികൾ ആഗ്രഹിക്കുന്നില്ല. ഇല്ല, അത് നമുക്ക് ഇതും ഉണ്ടല്ലോ, അങ്ങനെ ഒരു റൂളും വരുന്നുണ്ടല്ലോ, പാരന്റ് എന്താ പറയേണ്ടത്, ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ടുള്ളത്. അതുമല്ല, ആർക്കും എന്താ പറയാ കഴിയാത്തൊരു കുട്ടികൾ ഉണ്ടാവുന്നത് അത് ആ ഒരു റിസ്കിലേക്ക് നീങ്ങാൻ ആരും തയ്യാറുമല്ല. അതെന്ന് വെച്ചാല് നമുക്ക് പോപ്പുലേഷൻ കൂടുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടല്ലേ. നമുക്ക് വേണ്ടത്ര പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് നമുക്ക് ഉണ്ടാവില്ല അല്ലെ, എന്താ പറയേണ്ടത്, അങ്ങനത്തെ കുറെ ബുദ്ധിമുട്ടുകളും ഇല്ലേ. അപ്പോൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ റൂൾസ് ഒക്കെ വന്നിട്ടുള്ളതും. പക്ഷേ റൂള് മാറിയാലും ഇനി വരുന്ന കാലഘട്ടത്തിൽ ആരും തയ്യാറാവും തോന്നില്ല. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ. Important for psychologists to help increase the quality and quantity of sex education and to bring about changes and reduce situational constraints. അതായത് ഇത് ബാരോൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റിന്റെ ഡെഫിനേഷൻ ആണ് പറയുന്നത്. To bring about the change, it is obviously important for psychologists to help increase the quality and the quantity of sex education to bring about changes and reduce situational constraints, either to modify dispositional variables or to modify educational messages and contraceptive availability to take account of individual differences. അത് അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. Next we can move on. Health psychology. Population psychology ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ജസ്റ്റ് വായിച്ചു നോക്കിയാൽ ക്ലിയർ ആവുന്നതേ ഉള്ളൂ അത് കുറെയൊക്കെ. ഹെൽത്ത് സൈക്കോളജി പറയട്ടെ? പറഞ്ഞു. ഓക്കെ, ഹെൽത്ത് സൈക്കോളജി. വാട്ട് ഈസ് ഹെൽത്ത് സൈക്കോളജി? ഇൻ എ സിമ്പിൾ വേ നമുക്ക് എന്ത് പറയാം ഹെൽത്ത് സൈക്കോളജി എന്താണെന്ന്? ആ 2 വേർഡ്സ് അതിൽ തന്നെ ഉണ്ട് അല്ലെ, ഹെൽത്ത് ആൻഡ് സൈക്കോളജി, റിലേറ്റഡ് ടു അവർ ഹെൽത്ത്. അതായത് ഹെൽത്ത് സൈക്കോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സൈക്കോളജി റിലേറ്റഡ് ടു ദ സൈക്കോളജിക്കൽ പ്രോസസ് എഫക്റ്റിംഗ് ദ ഡെവലപ്മെന്റ്, പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഫിസിക്കൽ ഇൽനെസ്. നമ്മുടെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി, സയന്റിഫിക് സ്റ്റഡിയാണ് ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത്. അതിൽ എന്ത് കൂടെ വരുന്നുണ്ട്? സൈക്കോളജിക് പ്രോസസ് കൂടെ വരുന്നുണ്ട്.
അതായത് ഫിസിക്കൽ ഡിസോർഡേഴ്സ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മേജർ ഓബ്സ്റ്റാക്കിൾസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അറിയാം ഇന്നത് ചെയ്താൽ നമുക്ക് എക്സസൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ യോഗ ചെയ്താൽ മതി, ആങ്സൈറ്റി കുറക്കാൻ അത് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഒന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നമുക്കറിയാം എന്തൊക്കെ ചെയ്യുന്നു. പക്ഷെ ചില ആളുകൾ അത് അംഗീകരിക്കാൻ ഒരിക്കലും തയ്യാറാവുന്നില്ല എന്നതാണ് സത്യം. In a study, Laborman and Chaiken എന്താ പറയുന്നത് വെച്ചാൽ ചില മെഡിക്കൽ റിസർച്ചേഴ്സ് that found a link between caffeine and breast disorder. അവർക്കറിയാം കഫീനും ഒരു ബ്രസ്റ്റ് ഡിസോർഡറും ഒരു ബ്രസ്റ്റ് ക്യാൻസർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് അതൊരു റിലേഷൻ ഉണ്ടെന്നുള്ളത് അറിയാം. എങ്കിൽ പോലും ആ ഒരു കോഫി എന്ന് പറയുന്ന ഒരു സംഭവം ഒഴിവാക്കാൻ ഈ കോഫി ലവേഴ്സ് അല്ലെങ്കിൽ റെഗുലർ കോഫി ഡ്രിങ്കേഴ്സ് ഒന്നും അതിന് തയ്യാറാവുന്നില്ല. അപ്പൊ നമുക്ക് അറിഞ്ഞിട്ട് പോലും നമ്മൾ ആ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. Psychologists have been studying the effects of stress since World War II. The questions of stress and illness, stress and coping, and reduction of the harmful effects of stress have been investigated by psychologists. The most common source of stress are occupational threats, family threats, complaints from a spouse, pressure from a supervisor to work harder, etc. എന്താ പറയുന്നത് വെച്ചാൽ there is a finding that there is a direct link between psychological responses and body's defense against diseases. അതായത് നമ്മുടെ സ്ട്രെസ്സും നമ്മുടെ ബോഡിയുടെ ഇൽനെസ്സും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. There is an effect between stress and body's immune system. It means that when stress is high, it will negatively affect our immune system. നമ്മുടെ സ്ട്രെസ് കൂടുന്തോറും അത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ നന്നായിട്ട് ബാഡ്ലി എഫക്റ്റ് ചെയ്യും. Okay, the finding of a direct link between psychological responses and body's defense against disease make a development of the field of psychoneuroimmunology. ഈ ഒരു ഡയറക്റ്റ് ലിങ്കിന്റെ കണ്ടുപിടുത്തം ഇങ്ങനെ സൈക്കോളജിക്കൽ റെസ്പോൺസും ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ വെച്ചിട്ട് ഒരു പുതിയൊരു ഫീൽഡ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് സൈക്കോന്യൂറോ ഇമ്മ്യൂണോളജി. Zimmerman suggests that the term learned hopefulness as contrasted with learned helplessness be applied to individuals who know how to solve problems and who feel a sense of control. Several other personality variables have been studied which predict possibility to develop or not develop sickness. നമ്മുടെ പേഴ്സണാലിറ്റി വേരിയബിൾസ് have been studied that നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നതിനും ഉണ്ടാവാതിരിക്കാനും ഉള്ള വേരിയബിൾസ് നമ്മളിൽ തന്നെയാണെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ന്യൂറോട്ടിക് ഇൻഡിവിജ്വൽസ് റിയാക്ട് more negatively to stress than those who are not neurotic and are also more likely to become ill as a result. അതായത് ന്യൂറോട്ടിക് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അവർക്ക് മോർ നെഗറ്റീവ്ലി ടു സ്ട്രെസ്, അവർക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും സാധാരണ ഉള്ള ആളുകളെക്കാട്ടിലും എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രെസ് ന്യൂറോട്ടിക് ഇൻഡിവിജ്വൽസിന് സ്ട്രെസ് അറിയില്ല, സ്ട്രെസ് കുറവായിരിക്കും. ന്യൂറോട്ടിക് ഇൻഡിവിജ്വൽസ് റിയാക്ട് മോർ നെഗറ്റീവ്ലി ടു സ്ട്രെസ് ആണ്, അവര് സ്ട്രെസ്സിനോട് റിയാക്ട് ചെയ്യില്ല. ഓക്കെ, ഞാൻ തിരിച്ചായിരുന്നു പറഞ്ഞത് അല്ലെ, സോറി. ഓക്കെ ഓക്കെ. Health is also affected by the kind of goals for which we strive. People also differ in their characteristic feelings of pessimism and optimism. Those with a pessimistic outlook view events uncontrollable. നമുക്കറിയാം ശുഭാപ്തി വിശ്വാസവും അശുഭാപ്തി വിശ്വാസവും അല്ലെ. ശുഭാപ്തി വിശ്വാസം ഉള്ള ആൾക്കാരെ കാട്ടിലും അതില്ലാത്ത ആൾക്കാരിൽ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് നമ്മുടെ ഫീലിങ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. Type A behavior pattern, competitiveness, anger, and urgency about time and a workaholic lifestyle as a personality variable is associated with aggression.
Research indicates that people identified as type A compared to type B have higher blood pressure, produce smallest amount of HDL, that is good cholesterol, and are twice likely to suffer from heart diseases. ഇതിൽ പറയുന്ന ടൈപ്പ് എയിലുള്ള ആൾക്കാരും ടൈപ്പ് ബിയിലുള്ള ആൾക്കാരും തമ്മിൽ ടൈപ്പ് എയിലുള്ള ആൾക്കാർ എങ്ങനെയാണ് കോമ്പറ്റേറ്റീവ്നെസ് ഉണ്ടാവും, അവർക്ക് ആങ്കർ ഉണ്ടാവും, ആൻഡ് അർജൻസി അബൌട്ട് ടൈം ആൻഡ് വർക്കഹോളിക് ആയിട്ടുള്ള അവരിൽ കൂടുതലായിട്ടും അഗ്രഷൻ കൂടുതലായിട്ട് കാണാൻ കഴിയും. അങ്ങനെയുള്ളവരിൽ ടൈപ്പ് ബിയെക്കാട്ടിലും ഹയർ ബ്ലഡ് പ്രഷർ ആയിരിക്കും, ബി പി ഹൈ ആയിരിക്കും, ആൻഡ് പ്രൊഡ്യൂസ് സ്മോളസ്റ്റ് ഗുഡ് കൊളസ്ട്രോൾ കുറവായിരിക്കും. ഹാർട്ട് ഡിസീസസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് വരാനുള്ള സാധ്യത ഡബിൾ ആയിരിക്കും. It appears that the anger component is a critical factor that leads to coronary problems. ഇത് നമുക്ക് coronary problem എന്ന് വെച്ചാൽ ഹാർട്ട് പ്രോബ്ലംസ്, ഹാർട്ട് ഡിസീസസ് വരാനുള്ള ഒരു റീസണും കൂടിയാണ് പറയുന്നത്. A familiar concept in health psychology is the importance of social support, physical and psychological comfort from friend and family. The general finding is that people who interact closely with family and friends are better able to avoid illness than those who remain isolated from others. അതായത് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സും ആയിട്ടും അങ്ങനെ നല്ല റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പീപ്പിളായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്ന ആൾക്കാരിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവായിരിക്കും. അഥവാ അവർക്ക് വന്നാലും ഐസൊലേറ്റഡ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ ആരുമായിട്ട് അത്ര ബന്ധമില്ലാത്ത നിൽക്കുന്ന ആൾക്കാരെക്കാട്ടിലും അസുഖങ്ങൾ വന്നാൽ എളുപ്പം മാറുന്നതും അവർക്കാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. It is because there is someone with whom one can talk about unpleasant life events rather than engaging in self-concealment. എല്ലാം ഉള്ളിൽ ഒതുക്കി എന്താ പറയുക കൊണ്ട് നടക്കാണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് വരുമ്പോൾ, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഷെയർ ചെയ്തിട്ട് അവരുടെ ആ ഒരു ഗ്രീഫ് കുറയ്ക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ അങ്ങനെയുള്ളവർക്കും അസുഖങ്ങൾ വരാൻ സാധ്യത കുറവായിരിക്കും. വന്നാലും മറ്റുള്ളവരെക്കാട്ടിലും അവർ പെട്ടെന്ന് റിക്കവർ ആവുമെന്നാണ് പറയുന്നത്. Then next is environmental psychology. Environmental psychology is the field that deals with interaction between physical world and human behavior. The aim of environmental psychology is to improve the relationship between mankind and environment using theory, research and practice. നമുക്കറിയാം സൈക്കോളജി എന്ന് പറയുന്ന ഫീൽഡ് എൻവയോൺമെന്റും ആയി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിനാണ് എൻവയോൺമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ വേൾഡ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഫിസിക്കൽ വേൾഡ് ആയിട്ടും എൻവയോൺമെന്റ് ആയിട്ടും നമ്മുടെ ബിഹേവിയർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എൻവയോൺമെന്റൽ സൈക്കോളജിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. Among the environmental factors affect behaviors are environmental stress, noise, temperature, air pollution, atmospheric electricity, ozone depletion, അതുപോലെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോബ്ലംസ്. അതൊക്കെയും നമ്മുടെ ബിഹേവിയർ കൊണ്ടായിട്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണേ, ഡൗട്ട് ഉണ്ടെങ്കിലും പറയണേ. The negative effects of human actions on environment include global warming and the ever mounting the problem of waste. അതാണ് ഞാൻ പറഞ്ഞത്. വേസ്റ്റ് മാനേജ്മെന്റിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് നമ്മളെ ബിഹേവിയർ ആയിട്ടും റിലേഷൻ ഉണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. Then next is industrial or organizational psychology. Industrial or organizational psychology, and it is an application of social psychology which focus on understanding behavior in work settings, especially within the field of industries and organizations. അതായത് സൈക്കോളജിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് നമ്മുടെ വർക്ക് പ്ലേസുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ് അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ സൈക്കോളജിയിൽ പറയുന്നത്. It helps you to choose the best approach for your career goals, challenges and opportunities.
It is characterized by the study of human behavior in organizations and the workplace. It addresses the issues of recruitment, selection and placement, training and development, performance measurement, workplace motivation and reward system, quality of work life, structure of work and human factors, and organization development and consumer behavior. അതായത് നമ്മുടെ ഈ ഒരു വർക്ക് ആ ഒരു സിറ്റുവേഷനിലുള്ള ഇൻഡസ്ട്രിയിലുള്ള അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെ ഫീൽഡിലാണ് നമുക്ക് ആ ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണ്ടത് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡസ്ട്രിയൽ ഓർ ഓർഗനൈസേഷണൽ സൈക്കോളജി വരുന്നത്. Work motivation is influenced by cognitive factors, the outcome of performance, and perception of inequity. A common problem in organization is conflict, and psychologists have identified both organizational causes, competition over scarce resources, and interpersonal causes such as stereotypes, prejudices, grudges, and ineffective communication styles. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ. അത് വളർന്നു വരുന്നേ ഉള്ളൂ. ഇതിനൊട്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ 3 ആപ്ലിക്കേഷൻസ്, ലൈക് ക്ലിനിക്കൽ, കൗൺസിലിംഗ്, അതുപോലെ ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഡസ്ട്രിയിൽ ആയിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, അവരെ എന്തൊക്കെ എന്താ പറയേണ്ടത്, ഓരോ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുമ്പോൾ എങ്ങനെയൊക്കെ പെരുമാറണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ സപ്പോർട്ട് വേണം എന്നുള്ളതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. Then next is legal system and social psychology. ലീഗൽ സിസ്റ്റം ആൻഡ് സോഷ്യൽ സൈക്കോളജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്രിമിനൽ സൈക്കോളജി അല്ലെങ്കിൽ ഫോറൻസിക് സൈക്കോളജി എന്നിവയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ലീഗൽ സിസ്റ്റം ആൻഡ് സോഷ്യൽ സൈക്കോളജി. ആൻഡ് ഫോറൻസിക് സൈക്കോളജി ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ലീഗൽ സിസ്റ്റം. ലീഗൽ സിസ്റ്റത്തിൻ്റെ അകത്ത് അല്ലേ നമുക്കറിയാം ഒരു കോർട്ട് റൂമിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് അല്ലേ. ഒരു ഐ വിറ്റ്നസ് അല്ലെങ്കിൽ ഐ വിറ്റ്നസിനെയും അതേപോലെ തന്നെ പ്രതികളെയൊക്കെ സ്വാധീനിക്കാൻ അവിടെയുള്ള ജഡ്ജസിനും അതേപോലെ ബാക്കിയുള്ള അവർക്കൊക്കെ സാധിക്കുന്നുണ്ട്. ഒരു എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ക്രൈം നടന്നാൽ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഐ വിറ്റ്നസിനെ കൊണ്ടും അല്ലെങ്കിൽ അവിടെയുള്ള പ്രതികളൊക്കെ പറയുന്നത് നമുക്ക് സത്യമാണ് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അവരുടെ ബിഹേവിയറിനെ അവിടെയുള്ള ജഡ്ജസും അതുപോലുള്ള വേറെ ഹയർ ലെവലിലുള്ള ആൾക്കാരൊക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതേപോലത്തെ സാഹചര്യങ്ങളിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ പ്രാധാന്യം എന്താണെന്നാണ് പറയുന്നത്. Eyewitness testimony is often inaccurate and behaviors of attorneys and judges can influence verdict. Jurors respond in part of the basis of cognitive reinterpretation of the evidence and an emotional biases for against specific defendants. അതായത് തെളിവുകൾ പുനർവ്യാഖ്യാനിക്കുമ്പോൾ അല്ലെ പലപ്പോഴും അത് കൃത്യമായിരിക്കില്ല. അവര് മാറ്റി മാറ്റി മൊഴി മാറ്റി പറയുന്നത് പോലെ പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ അവർക്ക് പലതരം മെത്തേഡ്സിലൂടെ അല്ലെ പലതരം കാര്യങ്ങളിലൂടെ കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിന്റെ ഇമ്പോർട്ടൻസ് ലീഗൽ സിസ്റ്റത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. Psychologists working in this area contribute to social order by their research, human cognitive system and communication patterns. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സൈക്കോളജിസ്റ്റ് അവരുടെ ഗവേഷണത്തിലൂടെ നമ്മുടെ സൊസൈറ്റിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭാവന നൽകുന്നുണ്ട്. ഹ്യൂമൻ കോഗ്നിറ്റീവ് സിസ്റ്റം ഹാസ് ലിമിറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് അഫക്റ്റഡ് ബൈ വേരിയസ് തിങ്സ്. ലീഗൽ പ്രൊസീജിയേഴ്സ് depend mostly on reports and evidences by eyewitness. But the fact about human memory can be revealing. Its limited capacity, constructive processes all need to be paid attention to the court hearings. ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത്. അതായത് it deals with how people act or behave according to their social interactions. That is, the social process that takes place within the courtroom as well as the behavior and thought process of the lawyers, judges, witnesses and jurors. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? യെസ്.
ഡൗട്ട് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? മുസാദിഖ് നെക്സ്റ്റ് സെഷനിൽ എടുത്താൽ മതിയില്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് ഞാൻ ഇത്രേ ഇപ്പോൾ കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ.